കാളികാവ് അടയ്ക്കാകുണ്ടിൽ റോഡിന് കുറുകെ വീണ ഭീമൻ പാറക്കെട്ട് നീക്കാത്തതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. രോഗികൾ ഉൾപ്പെടെയുള്ളവരെ ഏറെ സാഹസപ്പെട്ടാണ് റോഡിന് മറുവശത്ത് എത്തിക്കുന്നത്. അടയ്ക്കാകുണ്ട് 70 ഏക്കർ, ചേരുകുളമ്പ്, ജോമൗണ്ട്, പോത്തൻകാട്, മാഞ്ചോല ഭാഗങ്ങളിലുള്ളവർ പുറത്തേക്ക് കടക്കാൻ പ്രയാസപ്പെടുന്നു. റോഡിൽ വീണ പാറക്കെട്ട് നീക്കാൻ കഴിയാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ടുള്ളത്. പാറക്കെട്ടിന് വിള്ളലുണ്ടായി. ശക്തമായ മഴയിൽ വെള്ളമൊലിച്ചിറങ്ങിയാണ് പാറക്കെട്ട് മറിഞ്ഞു വീണിട്ടുള്ളത്. പാറ വീണതിന് അരികിലൂടെ സാഹസപ്പെട്ടാണ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ റോഡിന് മറുവശത്തേക്ക് കൊണ്ടുപോകുന്നത്. രക്തസമ്മർദ്ദം കൂടി തളർന്ന 70 ഏക്കറിലെ പയസിനെ ആംബുലൻസിലെത്തിക്കാൻ പ്രയാസപ്പെട്ടു. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് എടുത്തുകൊണ്ടുവന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപകടനില തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വ്യാഴാഴ്ച പാറ പൊട്ടിച്ചു തുടങ്ങുമെന്ന് തഹസിൽദാർ എം അബ്ദുൽ സലാം പറഞ്ഞു. ജിയോളജി വകുപ്പ് അധികൃതരെ കിട്ടാത്തതാണ് പാറ പൊട്ടിക്കുന്നതിന് തടസ്സമായിട്ടുള്ളതെന്നും അധികൃതർ പറഞ്ഞു. പാറ അടർന്നു വീണ ഭാഗത്ത് വീണ്ടും വിള്ളലുണ്ടായിട്ടുള്ളത് ഭീതി പരത്തിയിട്ടുണ്ട്. റോഡിന് വിള്ളൽ കൂടി ഉണ്ടായിട്ടുള്ളതിനാൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത കൂടി പഠനവിധേയമാക്കേണ്ടതുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ജിയോളജി വകുപ്പ് അധികൃതരുടെ റിപ്പോർട്ട് പ്രകാരം പാറ പൊട്ടിച്ചു നീക്കാനാണ് തീരുമാനമെന്നും തഹസിൽദാർ പറഞ്ഞു. രാസവസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ച് നീക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വലിയ പാറ നീക്കം ചെയ്യാൻ സമയമെടുക്കുമെന്നതിനാൽ ഒരു ഭാഗത്ത് നിന്ന് പൊട്ടിച്ച് താൽക്കാലിക വഴിയൊരുക്കുമെന്നും അധികൃതർ പറഞ്ഞു. കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് TJ മറിയക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആലിപ്പറ്റ ജമീല, ജില്ലാ പഞ്ചായത്ത് അംഗം P ഖാലിദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ N മൂസ, ബ്ലോക്ക് അംഗം KK കുഞ്ഞാൻ, കാളികാവ് വില്ലേജ് ഓഫീസർ ശശിഭൂഷൺ, P സമീർ തുടങ്ങിയവർ സന്ദർശിച്ചു. പാറക്കെട്ട് കാണാനെത്തുന്നവരെയും വഴിയാത്രക്കാരെയും നിയന്ത്രിക്കാൻ 2 പോലീസുകാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്.